ഹായ് ഫ്രണ്ട്സ്, ഗ്രാമർ സീരീസിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഫ്യൂച്ചർ ടെൻസുകൾ പരിചയപ്പെടുകയാണ്. ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ടെൻസുകൾ എത്ര തരമുണ്ട്, അവ ഏതൊക്കെയാണ് പരിശോധിക്കാം. ഫ്യൂച്ചർ ടെൻസ് 4 തരം. ഫ്യൂച്ചർ ടെൻസുകൾ 4 തരമുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ടെൻസുകൾ 4 തരമാണ്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ ആദ്യത്തേതാണ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ വിശദമായി സമഗ്രമായി ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുകയാണ്. വാട്ട് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ? Simple future describes an action in the future. Simple future describes an action in the future. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, see an example. I will go tomorrow. ഞാൻ നാളെ പോകും. പോകും, നാളെ. നാളെ എന്നുള്ളൊരു ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവർത്തികളെ സൂചിപ്പിക്കുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ. സി അനദർ എക്സാമ്പിൾ. ദേ വിൽ കം നെക്സ്റ്റ് വീക്ക്. അവർ അടുത്ത വീക്കിൽ വരും. അടുത്ത ആഴ്ച അവർ വരും. ദേ വിൽ കം സിമ്പിൾ ഫ്യൂച്ചറാണ്. ഇങ്ങനെയുള്ള പ്രവർത്തികളാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നു വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ. ഇതിൻ്റെ ഘടന എന്താണ്? സബ്ജക്റ്റ് വിൽ പ്ലസ് V1, വെർബിൻ്റെ V1. അതായത് ബേസ് ഫോമിൻ്റെ മുന്നിൽ വിൽ ചേർത്താൽ നമുക്കിതിൻ്റെ വെർബ് ഫോം കിട്ടും. സബ്ജക്റ്റ് വിൽ പ്ലസ് V1. ഓക്കെ, വിൽ പ്ലസ് V1. V1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ വെർബുകൾക്കും 3 രൂപമുണ്ട്. V1, V2, V3. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ, റൈറ്റ്, റോട്ട്, റിട്ടൺ. അന്നേരം V1ൻ്റെ മുന്നിൽ വിൽ ചേർത്താൽ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ലഭിക്കുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. വി വിൽ ഇൻവൈറ്റ്. വി സബ്ജക്റ്റാണ്. വിൽ ഇൻവൈറ്റ്. വി വിൽ ഇൻവൈറ്റ് ഹിം. ദേ വിൽ അറ്റൻഡ് ദ ഫങ്ഷൻ. അവർ ഫങ്ഷനിൽ ഹാജരാകും. ഞങ്ങൾ അവനെ ക്ഷണിക്കും. ഓക്കെ, ഇതിൻ്റെ വെർബിൻ്റെ ഫോമുകൾ നോക്കൂ. ഐ വിൽ കം ടുമാറോ. ഐ വിൽ കം. യു വിൽ കം ടുമാറോ. യു വിൽ കം. ഹി വിൽ കം ടുമാറോ. ഹി വിൽ കം ടുമോറോ. ഷീ വിൽ കം ടുമോറോ. ദേ വിൽ കം ടുമോറോ. ഇവിടെ എല്ലാം നോക്കൂ, എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ വിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കുക, വിൽ വിത്ത് എനി സബ്ജക്റ്റ്. വിൽ പ്ലസ് റൂട്ട്, വിൽ പ്ലസ് ബേസ് ഫോം എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി നമ്മൾ അറിയുക, ഷാൽ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് വിൽ. ഇതേപോലെ വില്ലിന് പകരം നമ്മൾ ഷാൽ കൂടി ചേർത്ത് പറയാറുണ്ട്. ഐ ഷാൽ കം ടുമോറോ, യു ഷാൽ കം ടുമോറോ എന്നും നമ്മൾ പറയാറുണ്ട്. അവിടെ നിങ്ങൾ അറിയേണ്ടത് ഷാൽ ഉപയോഗിച്ച് പറഞ്ഞാലും വില്ല് ഉപയോഗിച്ച് പറഞ്ഞാലും മോഡേൺ ഇംഗ്ലീഷിൽ സെയിം മീനിങ് ആണ്. ഷാൽ ഈസ് യൂസ്ഡ് മോർ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഷാലിൻ്റെ ഉപയോഗം കൂടുതലായി കാണുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് വളരെ റെയറായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. വി വിൽ മീറ്റ് ഹിം ടുമോറോ. നമ്മളെ ട്രഡീഷണൽ ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കാൻ ഷാലും വില്ലും റൂട്ടിനോട് ചേർക്കുന്ന പദമാണ് ഉണ്ടായിരുന്നത്. ട്രഡീഷണൽ ഗ്രാമറിൽ നമ്മൾ ഷാലും വില്ലും ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ മോഡേൺ ഇംഗ്ലീഷിൽ ഷാല് വില്ലിൻ്റെ ഒരു വേർതിരിവ് എന്താണോ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഒരു വേർതിരിവില്ല. ഏത് സബ്ജക്റ്റിനോടും കൂടി നമുക്ക് വിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഷാല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും, എന്നാൽ ഷാലിൻ്റെ ഉപയോഗം വളരെ കുറവാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ.
വി വിൽ മീറ്റ് ഹിം ടുമോറോ. ദേ വിൽ ഗോ നെക്സ്റ്റ് വീക്ക്. അവർ നെക്സ്റ്റ് വീക്കിൽ പോകും. അടുത്ത ആഴ്ച അവർ പോകും. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുക. ഒരു സബ്ജക്റ്റ് വിൽ പ്ലസ് ബേസ് ഫോം, അതായത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഇതിങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കും. ഈ ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ വിവിധ തരം സെൻറ്റൻസുകളിലേക്ക് മാറ്റാൻ പറ്റും. നോക്കൂ, ഡയാന വിൽ പാസ് ദി എക്സാം. വിൽ പാസ് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഡയാന വിൽ പാസ്. ഇതിനെ നമുക്ക് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സി ആൻ എക്സാമ്പിൾ, ഡയാന വിൽ നോട്ട് പാസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വിൽ എന്ന ഓക്സിലറിയുടെ കൂടെ നോട്ട് ചേർത്തു. ഡയാന വിൽ നോട്ട് പാസ് ദി എക്സാം. അനദർ എക്സാമ്പിൾ നോക്കൂ, ഡയാന വോൺ പാസ് ദി എക്സാം. അത് നെഗറ്റീവാണ്. വില്ലിൻ്റെ ഷോർട്ട് ഫോമാണ്, വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. ഒരേ മീനിങ് ആണ്. ഡയാന വിൽ നോട്ട് പാസ്, ഡയാന വോൺ പാസ്. ഓക്കെ, ഇതിനെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിന്ന് ഓക്സിലറി വെർബിനെ ആദ്യം കൊണ്ടുവന്നാൽ മതി. ഡയാന വിൽ പാസ് ദി എക്സാം. ഓക്സിലറി വില്ലാണ്, വിൽ ആദ്യം കൊണ്ടുവരുന്നു. വിൽ ഡയാന പാസ് ദി എക്സാം? യെസ്, ഡയാന വിൽ. നോ, ഡയാന വോണ്ട്. WH ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ WH ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടുവന്നാൽ മതി, ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടുവന്നാൽ മതി. ഇവിടെ എക്സാമിനെ കുറിച്ചാണ് നമുക്ക് ചോദിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യം വാട്ട് എടുത്തു. എന്തായി ക്വസ്റ്റ്യൻ? വാട്ട് വിൽ ഷീ പാസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാൽ യു വിൽ ഗെറ്റ് WH ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ. ഇനി ഇതിനെ ടാഗ് ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യാം. ഡയാന വിൽ പാസ് ദി എക്സാം. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ നമ്മൾ ടാഗ് എന്ത് എഴുതുന്നു? വോൺ ഷീ. വിൽ എന്നത് പോസിറ്റീവാണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് വേണം. വില്ലിൻ്റെ നെഗറ്റീവ് വോണ്ട്. വോൺ എന്ന് സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, വോൺ ഷീ. അനദർ എക്സാമ്പിൾ നോക്കൂ, ഡയാന വോൺ പാസ്. ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ടാഗ് പോസിറ്റീവ് മതി. വോണ്ട് എന്നതിൻ്റെ പോസിറ്റീവ് വില്ലാണ്, വിൽ ഷീ. ഓക്കെ, ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സെൻറ്റൻസുകളെ എന്ത് ചെയ്യാൻ പറ്റുന്നു? വിവിധ തരം സെൻറ്റൻസുകളായി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഷീ വിൽ ടേക്ക് ദി ക്ലാസ്. അവൾ ക്ലാസ് എടുക്കും. ഷീ വിൽ നോട്ട് ടേക്ക് ദ ക്ലാസ്. അവൾ ക്ലാസ് എടുക്കില്ല. ഷീ ഓൺ ടേക്ക് ദി ക്ലാസ്. സെയിം മീനിങ്. വിൽ ഷീ ടേക്ക് ദ ക്ലാസ്? യെസ്, ഷീ വിൽ. നോ, ഷീ ഓൺട്ട്. WH ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഷീ ടേക്ക്? യെസ് ഓർ നോ ക്വസ്റ്റ്യന് മുന്നിൽ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് വെക്കുന്നു, വാട്ട്. ഷീ വിൽ ടേക്ക് ദ ക്ലാസ്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, സോ ടാഗ് ഈസ് നെഗറ്റീവ്. ഷീ ഓൺ ടേക്ക് ദി ക്ലാസ്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, സോ ടാഗ് ഈസ് പോസിറ്റീവ്, വിൽ ഷീ. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് നോക്കൂ, ഈ ടെൻസിലെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ടു ഡിനോട്ട് എ ഫ്യൂച്ചർ ആക്ഷൻ. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. സി ആൻ എക്സാമ്പിൾ, ജോസ്കോ വിൽ ഓപ്പൺ എ ന്യൂ ബ്രാഞ്ച്. ജോസ്കോ ഒരു ന്യൂ ബ്രാഞ്ച് ആരംഭിക്കും. ദ ക്ലാസ് വിൽ ബിഗിൻ അറ്റ് 9 AM ടുമോറോ. നാളെ ക്ലാസ്സുകൾ 9 മണിക്ക് ആരംഭിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഫ്യൂച്ചർ ആക്ഷൻസിനെ കുറിച്ച് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നു. അതുപോലെ ഫോർമൽ ആക്ഷൻ, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ നടക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം. സി ആൻ എക്സാമ്പിൾ, ദ ഫങ്ഷൻ വിൽ ബിഗിൻ അറ്റ് 9 AM. 9 മണിക്ക് ഫങ്ഷൻ ആരംഭിക്കും. ദി കളക്ടർ വിൽ പ്രിസൈഡ് ദ മീറ്റിംഗ്. കളക്ടർ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇങ്ങനെയുള്ള ഫോർമൽ ആക്ഷൻ സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം. അതുപോലെ പ്ലാൻഡ് ആക്ഷൻ, ഭാവിയിൽ നടക്കാൻ പോകുന്ന
പ്ലാൻഡ് ആക്ഷൻസിനെ കുറിച്ച് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം. ദ ഡോക്ടർ വിൽ സീ യു അറ്റ് 5 PM. 5 മണിക്ക് ഡോക്ടർ നിങ്ങളെ കാണും. പ്ലാൻഡ് ആക്ഷൻ. ദ മിനിസ്റ്റർ വിൽ ലീവ് ടുമോറോ. ദ മിനിസ്റ്റർ വിൽ ലീവ്. മിനിസ്റ്റർ നാളെ പുറപ്പെടും. അതാണ് പ്ലാൻഡ് ആക്ഷൻസ്. അതുപോലെ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ. ഐ വിൽ റിട്ടേൺ യുവർ ബുക്ക് ടുമോറോ. നിങ്ങളുടെ ബുക്ക് നാളെ തിരിച്ചു തരും. പ്രോമിസാണ്. അതുപോലെ നോക്കൂ, ഇഫ് യു ഹെൽപ്പ് മീ ഐ വിൽ ഡു ദി വാഷിംഗ് അപ്പ്. എന്നെ സഹായിക്കുകയാണെങ്കിൽ ഐ വിൽ ഡു. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ. ഓഫറിങ്, പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം. സി ആൻ എക്സാമ്പിൾ, ഐ വിൽ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദി ടാസ്ക്. ഐ വിൽ ഹെൽപ്പ് യു. അനദർ എക്സാമ്പിൾ, ഐ വിൽ ഓപ്പൺ ദി ഡോർ. ഐ വിൽ ഓപ്പൺ ദി ഡോർ ഫോർ യു. നിനക്ക് വേണ്ടി ഡോർ തുറന്നിരിക്കും. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാവുന്നതാണ്. പ്രെഡിക്ഷൻസ്, പ്രവചനങ്ങൾ സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം. ദ ഗോൾഡ് പ്രൈസ് വിൽ റൈസ്. വിൽ റൈസ്. സ്വർണത്തിൻ്റെ വില ഉയരും. എക്സ്പേർട്സ് സേ. ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ ടുമോറോ. പ്രെഡിക്ഷൻസ്. അതുപോലെ വിൽ വിത്ത് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണോട് കൂടി വില്ല് ചേർത്താൽ പ്രത്യേക അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേക സെൻസ് കിട്ടാൻ വേണ്ടി. നമുക്കറിയാം ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺസ് ആണ് ഐയും ബിയും. അതിൻ്റെ കൂടെ വിൽ ചേർത്താൽ പ്രത്യേക സെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. സി ആൻ എക്സാമ്പിൾ, ഐ വിൽ ഗോ ടു ഡൽഹി ടുമോറോ. അതെൻ്റെ ഇൻറ്റൻഷനാണ്, എൻ്റെ പർപ്പസാണ്. അന്നേരം അങ്ങനെ പർപ്പസിനെ സൂചിപ്പിക്കാൻ, ഇൻറ്റൻഷനെ സൂചിപ്പിക്കാൻ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വിൽ ഉപയോഗിച്ച് പറയാവുന്നതാണ്. ഐ വിൽ ഗോ. അത് നോക്കൂ, വി വിൽ സ്പീക്ക് ടു ഹിം. വി ഫസ്റ്റ് പേഴ്സണാണ്. അതിൻ്റെ കൂടെ വിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക സെൻസിൽ ഉപയോഗിക്കാൻ വേണമെങ്കിൽ വി വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ. ഡിറ്റർമിനേഷനാണത്. വി വിൽ സ്പീക്ക് ടു ഹിം. ഞങ്ങൾ അവനോട് സംസാരിക്കും. ഐ വിൽ ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഐ ഫസ്റ്റ് പേഴ്സണാണ്. വിൽ ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഒരു ഓർഡറാണ്. ഓർഡർ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഐ വിൽ ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഒരു കടയിൽ ചെന്നൊരു നമ്മുടെ ഓർഡർ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കിൻ്റെ കൂടെ വിൽ ഉപയോഗിക്കാം. ഐ വിൽ ടേക്ക് എ ബ്രേക്ക്. അതൊരു സാധ്യതയാണ്. സാധ്യതയെ സൂചിപ്പിക്കാൻ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വിൽ ഉപയോഗിക്കാം. I will take a break. Stop doing that. I will call the police. I will call. അത് ത്രെട്ടാണ്, ഭീഷണിയാണ്. ഞാൻ പോലീസിനെ വിളിക്കും. I will call. അതുപോലെ സെക്കൻഡ് പേഴ്സൻ്റെ കൂടെ വിൽ ഉപയോഗിച്ചാലും പ്രത്യേക സെൻസ് കിട്ടും. ചില സന്ദർഭങ്ങളിൽ വിൽ വിത്ത് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ, ഇംഗ്ലീഷിലെ സെക്കൻഡ് പേഴ്സൺ യു ആണ്. നോക്കൂ, വിൽ യു കം വിത്ത് മീ ഫോർ എ ഫിലിം. ഇൻവിറ്റേഷനാണ്. ഒരാളെ ഇൻവിറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റേഷൻ. അതിനു വേണ്ടി നമുക്ക് വിൽ ഉപയോഗിക്കാം. വിൽ യു കം വിത്ത് മീ. വിൽ യു ലെൻഡ് മീ യുവർ പെൻ. റിക്വസ്റ്റിന് വേണ്ടി സെക്കൻഡ് പേഴ്സണിലൂടെ വിൽ ഉപയോഗിച്ച് പറയാം. വിൽ യു ലെൻഡ് മീ യുവർ പെൻ. പേന കടം തരുമോ? വിൽ യു ബൈ മീ എ ഡ്രിങ്ക് പ്ലീസ്. പ്ലീസ് ചേർത്തും റിക്വസ്റ്റ് പറയാം. ഒരു ഡ്രിങ്ക് വാങ്ങിത്തരുമോ? വിൽ യു ബൈ മീ എ ഡ്രിങ്ക്. അതുപോലെ ഷാല് വിത്ത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ. യു സെക്കൻഡ് പേഴ്സൺ ആണ്. ഹീ, ഷീ, ഇറ്റ്, ദേ തേർഡ് പേഴ്സൺ ആണ്. അന്നേരം സെക്കൻഡും തേർഡ് പേഴ്സൻ്റെയും കൂടെ ഷാല് ചേർത്ത് പ്രത്യേക സെൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. സി എക്സാമ്പിൾ, ഹീ ഷാൽ നോട്ട് കം ഹിയർ. ഓർഡറാണ്. ഹീ ഷാൽ നോട്ട് കം ഹിയർ. അവൻ ഇവിടെ വരില്ല, വരാൻ പാടില്ല. യു ഷാൽ ഗോ ഇമ്മീഡിയറ്റ്ലി. കമാൻഡ്, നീ ഉടൻ പോകും. യു ഷാൽ ഗോ ഇമ്മീഡിയറ്റ്ലി.
ദേ ഷാൽ നോട്ട് കം ഹിയർ. ഭീഷണിയാണ്, അവർ കൂടെ വന്നുകൂടെ വരാൻ പാടില്ല. ഭീഷണിയാണ്. ദേ ഷാൽ നോട്ട് കം ഹിയർ. അതുപോലെ ഷാല് ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സെൻസ് എന്താണെന്ന് നോക്കൂ. ഷാൽ ഐ ക്ലോസ് ദി ഡോർ. ഈ ഡോർ ഞാൻ അടച്ചോട്ടെ. സജക്ഷനാണ്, ഒരു പെർമിഷനാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷാൽ ഉപയോഗിച്ച് പറയാവുന്നതാണ്. ഓക്കെ, ഇത് പ്രത്യേക കേസായി നമ്മൾ ഉപയോഗിക്കുകയാണ്. സാധാരണ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും വില്ല് ചേർത്ത് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ പറയാവുന്നതാണ്. സിമ്പിൾ ഫ്യൂച്ചറിൽ കാണപ്പെടുന്ന ചില ടൈം വേർഡ്സുകളാണ് ടുമോറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, എ ഫ്യൂച്ചർ ടൈം ഇൻ 2025. വരാൻ പോകുന്ന ഒരു വർഷമാണ്, ഇൻ 2025. ഇങ്ങനെയുള്ള ടൈം വേർഡ്സുകൾ സിമ്പിൾ ഫ്യൂച്ചറിൽ കാണാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ടെൻസിൽ കാണാറുള്ള കോമൺ മിസ്റ്റേക്കുകളാണ്. വെൻ സി ആൻ എക്സാമ്പിൾ, വെൻ ഐ വിൽ arrive at the theater. When I will arrive at the theater, I will call you. ഇവിടെ നോക്കൂ, ഇവിടെ ഫസ്റ്റ് ക്ലോസിൽ ഐ വിൽ അറൈവ്, ഇവിടെ ഐ വിൽ കോൾ യു. രണ്ടും സിമ്പിൾ ഫ്യൂച്ചറാണ്. അത് നിങ്ങൾ ഓർക്കുക. ഒരു ക്ലോസ് ആരംഭിക്കുന്നത് വെൻ എന്ന വേർഡിലാണ്. വെൻ, വെയർ, വെൻ, വൈൽ, ബിഫോർ, ആഫ്റ്റർ. ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് എന്താണ്? ടൈമിനെ സൂചിപ്പിക്കുന്നു. ടൈം റെഫറൻസ് ആണ്. ടൈം റെഫറൻസ് ഒരു ക്ലോസിൻ്റെ ഭാഗമായി വരുമ്പോൾ അതിനെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കണം. സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാറില്ല. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യണം? വെൻ ഐ അറൈവ് അറ്റ് ദിസ് തിയേറ്റർ, ഐ വിൽ അറൈവ്, ഐ അറൈവ് ആകുന്നു. കാരണം വെൻ ഒരു ടൈമാണ്, സിമ്പിൾ ഫ്യൂച്ചർ വേണം, സിമ്പിൾ പ്രസൻറ്റ് വേണം. വെൻ ഐ അറൈവ് അറ്റ് ദി തിയേറ്റർ, ഐ വിൽ കോൾ യു. തിയേറ്ററിലെത്തുമ്പോൾ ഞാൻ വിളിക്കാം, ഞാൻ നിന്നെ വിളിക്കും. ദേ വിൽ മീറ്റ് യു അറ്റ് ദി ഹോട്ടൽ. ഇവിടെ ഈ മീറ്റിൻ്റെ സ്പെല്ലിംഗ് നോക്കൂ. സ്പെല്ലിംഗ് റോങ് സ്പെല്ലിംഗ് ആണ്. ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നു. ദേ വിൽ മീറ്റ്, EET. ദേ വിൽ മീറ്റ് യു അറ്റ് ദി ഹോട്ടൽ. അവർ ഹോട്ടലിൽ നിന്നെ കാണും. സി അനദർ എക്സാമ്പിൾ. If I will visit, I will visit, I will call you. ഇവിടെ രണ്ടും ഈ സിമ്പിൾ ഫ്യൂച്ചറാണ്. അത് പാടില്ല. ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് ആണ്. If I visit Greece, I will call you. കണ്ടീഷണൽ ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക. അതിങ്ങനെ തിരുത്തേണ്ടി വരും. ഐ വിൽ കോൾ യു ഇഫ് ഐ വിസിറ്റ് ഗ്രീസ്. വിസിറ്റ്, ഞാൻ ഗ്രീസിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്നെ വിളിക്കും. ഐ വിൽ കോൾ യു. ഓക്കെ, അനദർ എക്സാമ്പിൾ നോക്കൂ. വി വിൽ ബി ഹോം. ഇവിടെ വി വിൽ ബി എന്നുള്ളത് സ്പെല്ലിങ്ങിൽ അപ്പോസ്ട്രഫി വരേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഒരു അപ്പോസ്ട്രഫി കോമയുടെ കുറവുണ്ട്. അത് നമ്മളിവിടെ എഴുതിയിരിക്കുകയാണ് കറക്റ്റ് ചെയ്ത്. വി വിൽ ബി ഹോം സൂൺ. ദ കിഡ്സ് ഓൺ ഗോ ടു സ്ലീപ്പ്. ഇവിടെ ഈ ഓണ്ടിലും എന്താണ്? അപ്പോസ്ട്രഫി കോമ. ഒരക്ഷരത്തിൻ്റെ മുകളിൽ കോമ ഇട്ട് എഴുതുന്നതിനാണ് അപ്പോസ്ട്രഫി കോമ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, എൻ അപ്പോസ്ട്രഫി എൻ ആണ്. അപ്പോസ്ട്രഫി എൻ. ദ കിഡ്സ് ഓൺ ഗോ ടു സ്ലീപ്പ്. ഇങ്ങനെ പറയാൻ പറ്റും. ഇതിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ചില മിസ്റ്റേക്കുകളാണ്. ഓക്കെ, നോക്കൂ, സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, സിമ്പിൾ ഫ്യൂച്ചർ പഠിച്ചു. അപ്പോൾ തമ്മിൽ ആ ഒരു ഡിഫറൻസ് നോക്കൂ. ഹീസ് ഹാപ്പി ടുഡേ. ഹീസ് ഹാപ്പി ടുഡേ എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷവാനാണ്. ഹി വാസ് ഹാപ്പി യെസ്റ്റർഡേ. അവൻ ഇന്നലെ സന്തോഷവാനായിരുന്നു, ഇന്ന് സന്തോഷവാനല്ല. ഹി വാസ് ഹാപ്പി യെസ്റ്റർഡേ. ഹി വിൽ ബി ഹാപ്പി ടുമോറോ. അവൻ നാളെ ഹാപ്പി ആയിരിക്കും. അതാണ്. നോക്കൂ, ഇവിടെ ഹി ഈസ് ഹാപ്പി. അത് സിമ്പിൾ പാസ്റ്റ് ആയപ്പോൾ ഈസ് വാസായി, പാസ്സായപ്പോൾ സിമ്പിൾ പാസ്റ്റായി. ഇനി ഇവിടെ അതിന് പകരം എന്തോന്ന്? വിൽ ബി. ഇവിടെ ബി എന്ന് പറയുന്ന വെർബാണ്. ആ ബിയുടെ മുന്നിൽ നമ്മൾ എന്ത് ചേർത്തു? വിൽ എന്ന് പറയുന്ന
ഓക്സിലറി ചേർത്തു, അന്നേരം സിമ്പിൾ ഫ്യൂച്ചർ കിട്ടി. വിൽ ബി. നെക്സ്റ്റ് വൺ നോക്കൂ. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. അവിടെ ഹാവാണ്, അവർക്ക് കാറുണ്ട്. ദേ ഹാഡ് എ കാർ. അവർക്ക് കാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, പാസ്റ്റാണ്. അത് ഫ്യൂച്ചർ ആകുമ്പോഴോ ദേ വിൽ ഹാവ് എ കാർ. അവിടെ വെർബ് ഏതാ? ഹാവാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കുന്നു? വിൽ എന്ന് പറയുന്ന ഓക്സിലറി ചേർക്കുന്നു. ദേ വിൽ ഹാവ് എ കാർ. അവർക്ക് എന്താണ്? കാർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കൂ. ഷീ ഡസ് ഹർ ഹോംവർക്ക്. അവൾ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഡസ് സിമ്പിൾ പ്രസൻ്റ് ആണ്, ഹോംവർക്ക് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നോക്കൂ. ഷീ ഡിഡ് ഹർ ഹോംവർക്ക്. ഇവിടെ ഡസ് എന്നുള്ളത് ഡിഡ് ആയപ്പോൾ അത് സിമ്പിൾ പാസ്റ്റായി. ഷീ ഡിഡ് ഹർ ഹോംവർക്ക്. അവൾ ഹോംവർക്ക് ചെയ്തു. ഇതിനെ നോക്കൂ. ആ ഡൂവിൻ്റെ മുന്നിൽ നമ്മളിവിടെ വില്ല് ചേർക്കുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ആകുന്നു. ഷീ വിൽ ഡു. ഡസിൻ്റെ ബേസ് ഫോമാണ് ഡു. വിൽ ഡു. ഷീ വിൽ ഡു ദി ഹോംവർക്ക്. ഷീ വിൽ ഡു ഹർ ഹോംവർക്ക്. അവൾ ഹോംവർക്ക് ചെയ്യും. യു യൂഷ്വലി പ്ലേ ഫുട്ബോൾ. ഇവിടെ പ്ലേ ആണ്, യൂഷ്വലി പ്ലേ. നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെ വരുന്നു? യു പ്ലേഡ് ഫുട്ബോൾ. പ്ലേ എന്തായി? പ്ലേഡായി, സിമ്പിൾ പാസ്റ്റായി. യു പ്ലേഡ് ഫുട്ബോൾ. യു പ്ലേഡ് ഫുട്ബോൾ ലാസ്റ്റ് ഈവനിങ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം യു പ്ലേഡ് ഫുട്ബോൾ. യു വിൽ പ്ലേ. പ്ലേഡിൻ്റെ എന്താണല്ലേ? പ്ലേയുടെ ബേസ് ഫോം പ്ലേ തന്നെയാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ വിൽ ചേർക്കുന്നു. യു വിൽ പ്ലേ ഫുട്ബോൾ നെക്സ്റ്റ് വീക്ക്. യു വിൽ പ്ലേ ഫുട്ബോൾ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈ ടെൻസുകളെ എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ചേഞ്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ഫ്യൂച്ചർ വളരെ പ്രാധാന്യമുള്ള ഒരു ടെൻസാണ്. മിക്ക പരീക്ഷകൾക്കും ധാരാളം ക്വസ്റ്റ്യൻസിൽ നിന്ന് വരാറുണ്ട്. ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുകയാണ്. സി ആൻ എക്സാമ്പിൾ. ഇവിടെ നോക്കൂ. ഹി ഡാഷ് റിപ്ലൈ ടു യുവർ ലെറ്റർ ആസ് സൂൺ ആസ് പോസിബിൾ. ഇവിടെ 4 ആൻസർ ഉണ്ട്. ഹാസ്, കുഡ്, ഹാസ് ബീൻ, വിൽ. ഹി ഡാഷ് റിപ്ലൈ ടു യുവർ ലെറ്റർ ആസ് സൂൺ ആസ് പോസിബിൾ. കഴിയുന്നത്ര വേഗത്തിൽ. കഴിയുന്നത്ര വേഗത്തിൽ എന്ന് പറയുമ്പോൾ ആക്ഷൻ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സൂചനയാണ്. സിമ്പിൾ ഫ്യൂച്ചറിന് ഇവിടെ തന്നിട്ടുള്ള ഓക്സിലറി എന്തേ ഉള്ളൂ? വില്ലേ ഉള്ളൂ. എന്താ? വിൽ റിപ്ലൈ. ഹി വിൽ റിപ്ലൈ ടു യുവർ ലെറ്റർ. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. യു ഡാഷ് പാസ് യുവർ എക്സാം ഇഫ് യു വർക്ക് ഹാർഡ്. ഇഫ് യു വർക്ക് ഹാർഡ്, നിങ്ങൾ കഠിനമായി വർക്ക് ചെയ്താൽ, നല്ലതുപോലെ വർക്ക് ചെയ്താൽ. യു ഡാഷ് പാസ് യുവർ എക്സാം. അതിൻ്റെ റിസൾട്ട് എന്താണ്? നല്ലതുപോലെ പഠിച്ചാൽ നിങ്ങൾ പാസ്സാകും. അന്നേരം ആക്ഷൻ ഫ്യൂച്ചറിലാണ് സംഭവിക്കാൻ പോകുന്നത്. അന്നേരം ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഏത് ഓക്സിലറി ഉണ്ടെന്ന് നോക്കൂ. വില്ലുണ്ട്, വിൽ ബി ഉണ്ട്, വുഡുണ്ട്, വുഡ് ഹാവ് ഉണ്ട്. അന്നേരം സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഓക്സിലറിയിൽ ഏതാണ്? വില്ലാണ്. ആൻസ് ഓപ്ഷൻ എ കറക്റ്റ്. നെക്സ്റ്റ് നോക്കൂ. യു ക്യാൻ ട്രസ്റ്റ് ഹർ. ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. ഇവിടെ എന്താണ്? ആക്ഷൻ ഫ്യൂച്ചറിലാണ്. അവൾ നിന്നെ ചീറ്റ് ചെയ്യൂല. ആക്ഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സൂചനയാണ്. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഓക്സിലറി എന്തു മാത്രമേ ഉള്ളൂ? വിൽ. ഓപ്ഷൻ എ ഈസ് ആൻസർ. നെക്സ്റ്റ് വൺ നോക്കൂ. വി ഡാഷ് മീറ്റ് യു അറ്റ് 10 o'clock. 10 മണിക്ക് നിന്നെ കാണാം എന്നാ പറയുന്നേ. ഇവിടെ നോക്കൂ. അതൊരു സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സൂചനയാണ് തരുന്നത്. ഇവിടെയും സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഓക്സിലറി എന്തു മാത്രമേ ഉള്ളൂ? വിൽ. അന്നേരം എന്താണ്? വിൽ മീറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് വൺ നോക്കൂ. ഡാഷ് യു പ്ലീസ് ക്ലോസ് ദി ഡോർ. ഇവിടെ നമുക്ക് സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പറഞ്ഞു നമുക്കെന്താ സെക്കൻഡ് പേഴ്സൻ്റെ കൂടെ വില്ല് ചേർത്താൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. റിക്വസ്റ്റ് എന്താണ്? വിൽ യു പ്ലീസ്. വാട്ട് ഇസ് ആൻസർ? വിൽ യു പ്ലീസ് ക്ലോസ് ദി ഡോർ. ഇത് ഓക്കെ.
അന്നേരം സിമ്പിൾ ഫ്യൂച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസാണ്. അതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഓക്കെ, താങ്ക് യു.